നഴ്സിംഗ് അക്കാഡമി ട്രിവാൻഡ്രം കേരള. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഡെയിലി ഫോളോ ചെയ്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് വീതം ഡെയിലി എല്ലാ ദിവസവും പഠിച്ചു പോകണം. 5 ക്വസ്റ്റ്യൻ വീതം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം. കൂടുതലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളാണ് കേരള PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻസ്. നമ്മൾ എങ്ങനെയായാലും ടഫ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റാങ്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട് 1 ആണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലെ പാർട്ട് 1 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ മോസ്റ്റ് പൊട്ടന്റ് സ്റ്റിമുലസ് ഫോർ മെഡിലറി കീമോ റിസപ്റ്റേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ IMS പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് പൊട്ടന്റ് സ്റ്റിമുലസ് ഫോർ മെഡിലറി കീമോ റിസപ്റ്റേഴ്സ് അല്ലെ. ഞാൻ പറഞ്ഞതാണ് കീമോ റിസപ്റ്റേഴ്സ് ബോഡിയിൽ 2 എണ്ണം ഉണ്ട്. സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സ് വേഴ്സസ് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് അല്ല. സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത് ഓർഗനിലാണ്, ദാറ്റ് ഈസ് മെഡിലറി ഓർഗൻസ് അല്ലെ. അപ്പൊ മെഡിലറി കീമോ റിസപ്റ്റേഴ്സിൽ ഇരിക്കുന്ന കീമോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, അത് സ്റ്റിമുലേറ്റ് ആവണമെങ്കിൽ CSF ലെവൽ ഓഫ് H+ കൂടണം, അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ലെവൽ ഇൻ ദ CSF ഇൻക്രീസ് ചെയ്യണം കേട്ടോ. ഇനി നേരെ തിരിച്ച് നമ്മൾ പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സിലേക്ക് വരുവാണ്. പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ദ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഔട്ടർ ടൂണിക്ക ഇന്റിമ എന്ന് പറയുന്ന പാർട്ടിലാണ് ഇരിക്കുന്നത്. അത് സ്റ്റിമുലേറ്റ് ആവണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ ഇൻ ദ ബ്ലഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ആവുന്നത് അല്ല. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഒരു മോട്ടോർ റെസ്പോൺസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പേഷ്യന്റ് ഹാവിങ് ടക്കിക്കാർഡിയ അല്ലെ, പേഷ്യന്റ് റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ കൂടിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസത്തിലോട്ട് വരും. അപ്പൊ അതൊക്കെ പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് H+ കോൺസെൻട്രേഷൻ ഇൻ CSF എന്ന് പറയുന്ന ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നേരത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ് അല്ല. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് നമുക്കറിയാം. പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡൈജസ്റ്റീവ് എൻസൈം ആണ് ഇരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്, പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്, ഫാറ്റ് ഡൈജസ്റ്റീവ് എൻസൈം. 3 ടൈപ്പ്. ഓക്കെ, അപ്പൊ ഫാറ്റിനെ നമ്മൾ ലിപ്പേസ് ഡൈജസ്റ്റീവ് എൻസൈം എന്ന് വിളിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റീവ് എൻസൈമിനെ നമ്മൾ അമലൈസ് ഡൈജസ്റ്റീവ് എൻസൈം എന്ന് വിളിക്കുന്നു. അതുപോലെ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറഞ്ഞ് 4 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡൈസ് A ആൻഡ് B അല്ലെ, അല്ലെങ്കിൽ പ്രോ ഇലാസ്റ്റേസ് ആൻഡ് പ്രോ ന്യൂക്ലിയസ് എന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യാൻ. നോട്ട് പ്രസന്റ് ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്നാണ് പറയുന്നത് അല്ലെ. അമലൈസ്, ലിപ്പേസ്, റൈബോന്യൂക്ലിയസ് ഇതിനകത്ത് വരത്തില്ല. ഇതിനകത്ത് നോട്ട് പ്രസന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ഏതാണ്, അമിനോ പെപ്റ്റിഡൈസ്. അമിനോ പെപ്റ്റിഡൈസ് ഈ പറയുന്ന പോലെ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ അല്ല. ബാക്ടീരിയസിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സെല്ലിനകത്തിരിക്കുന്നതാണ് അമിനോ പെപ്റ്റിഡൈസ് എന്ന് പറയുന്നത് എൻസൈം കേട്ടോ. ഓക്കെ, അപ്പൊ അത് വേണ്ട. നെക്സ്റ്റ് അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ A അമിനോ പെപ്റ്റിഡൈസ് ആണ്, നോട്ട് പ്രസന്റ് ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഓക്കെ, അപ്പൊ അതെല്ലാരും പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ആരും തെറ്റിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫേസ് 2 ഓഫ് കാർഡിയക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു അല്ലെ. അപ്പൊ ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ കാർഡിയക് മസിൽസിനെ. ഓക്കെ, കാർഡിയക് മസിൽസിന്റെ ആക്ഷൻ പൊട്ടൻഷ്യലിന് 3 ഫേസ് ആണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അല്ലെ. ഫേസ് 1 സോഡിയം ക്ലോറൈഡ് അല്ലെ ചേർന്നുകൊണ്ട് ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫേസ് 1. ആൻഡ് ഫേസ് 2 പെപ്ലൂ ഫേസ് എന്നാണ് നമ്മൾ ഫേസ് 2 പറയുന്നത്. ഫേസ് 2 ഫേസിലോട്ട് വരുമ്പോൾ ഈ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കാരണം എന്ത് ചെയ്യുന്നു, കാൽസ്യം എന്ത് ചെയ്യുന്നു, സെല്ലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദാറ്റ് ഈസ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി സെക്കൻഡ് ആയിട്ട് വരുന്നു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ കാൽസ്യത്തെ സെല്ലിൽ നിന്ന് പുറത്തു കളയുന്നു അല്ലെ, കാൽസ്യം എഫ്ലക്സ്. അപ്പം ഫേസ് 3 കാൽസ്യം എഫ്ലക്സ്, ഫേസ് 2 കാൽസ്യം ഇൻഫ്ലക്സ്, ആൻഡ് ഫേസ് 1 സോഡിയം ഇൻഫ്ലക്സ് അല്ല. എല്ലാം പഠിപ്പിച്ചതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏതാണ്, ഓപ്ഷൻ C അല്ലെ. ഫേസ് 2 എന്ന് പറയുമ്പോൾ പെപ്ലൂ ഫേസ്, ദാറ്റ് ഈസ് കാൽസ്യം ടു ഇൻഫ്ലക്സ്. ഓക്കെ, പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ് അല്ല. ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് പറയുന്നത് അല്ല. ബ്ലഡ് ഗ്രൂപ്പ് നല്ല രീതിയിൽ പഠിപ്പിച്ചതാണ്. നമുക്ക് 2 ടൈപ്പിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ABO ബ്ലഡ് ഗ്രൂപ്പ്, സെക്കൻഡ് വൺ ഈസ് RH ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ. ABO നമുക്ക് ജന്മന ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകളാണ്. A B ആന്റിബോഡിയും ആന്റിബോഡി ഇല്ലാത്ത അവസ്ഥ അല്ലെ.
അല്ലെങ്കിൽ എ ആന്റിജൻ, ബി ആന്റിജൻ, അല്ലെങ്കിൽ ഒ എന്ന് പറയുന്ന ആന്റിജൻ ഇല്ലാത്ത അവസ്ഥ. നെഗറ്റീവ് ആയിട്ടുള്ള ആന്റിജൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്ന എബിഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. പിന്നെ RH ആന്റിജൻ പ്രസന്റ് ഉണ്ടെങ്കിൽ RH പോസിറ്റീവ്, RH ആന്റിജൻ ഇല്ലെങ്കിൽ RH നെഗറ്റീവ്. അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഈ RH ബ്ലഡ് ഗ്രൂപ്പ് ആഫ്റ്റർ ബർത്തിൽ അക്വയർഡ് ആയിട്ട് കിട്ടുന്നതാണ്. എബിഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാണ്. കേട്ടോ? അപ്പൊ ലാൻഡ്സ്റ്റൈനർ ലോ ഒരിക്കലും ആപ്ലിക്കബിൾ ടു ഓൾ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ല. ഞാൻ പഠിപ്പിച്ചതാണ്. എബിഒ ഇൻകോമ്പാറ്റിബിലിറ്റിക്ക് മാത്രം, അല്ലെങ്കിൽ എബിഒ ബ്ലഡ് ഗ്രൂപ്പിന് മാത്രമാണ് എന്ത് പറയുന്നത് ലാൻഡ്സ്റ്റൈനർ ലോ. കേട്ടോ? നാച്ചുറലി ഒക്കറിംഗ് ആന്റിബോഡീസ് രണ്ടെണ്ണമാണ്. ആന്റിബോഡി എ ആൻഡ് ആന്റിബോഡി എ അഗെയിൻസ്റ്റ് ബി ആൻഡ് ബി അഗെയിൻസ്റ്റ് എ നമ്മൾ പഠിപ്പിച്ചതാണ്. കേട്ടോ? RH ആന്റിബോഡി ഫൗണ്ട് ഓൺലി ആഫ്റ്റർ സെൻസിറ്റൈസ്. കറക്റ്റ് ആണ് അല്ലെ? എപ്പോഴെങ്കിലും RH പോസിറ്റീവ് ബ്ലഡ് RH നെഗറ്റീവുമായിട്ട് സെൻസിറ്റൈസ് ആവുന്ന സമയത്താണ് RH ആന്റിബോഡി ഫോം ചെയ്യുന്നത് അല്ലെ? ആഫ്റ്റർ ബർത്ത്. O negative blood group is considered as universal donor. Correct statement ആണ്. AB positive blood is considered as universal recipient. അല്ലെ? Lansdale law is applicable to all blood group system എന്ന് പറയുന്നത് കറക്റ്റ്ലി ഇറ്റ് ഈസ് wrong ആണ്. ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ABO blood group system. കേട്ടോ? നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ചൂസ് ദ ഫോൾ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഇൻ സ്കെൽറ്റൽ മസിൽസ്. അല്ല, അപ്പൊ സ്കെൽറ്റൽ മസിൽസ്, സ്ട്രയേറ്റഡ് മസിൽസ്, കാർഡിയക് മസിൽസ് എന്നൊക്കെ നമ്മൾ, സ്മൂത്ത് മസിൽസ് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സ്കെൽറ്റൽ മസിൽസിന്റെ കൺട്രാക്ഷന് മെയിൻലി ബൈ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന അസറ്റൈൽ കൊളീനാണ്. അതുപോലെ അസറ്റൈൽ കൊളീന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഫോർമേഷൻ ആണ് മയസ്തീന ഗ്രാവിസിന്റെ എറ്റിയോളജി പഠിപ്പിച്ചതാണ്. അതുപോലെ ഡീപോളറൈസിംഗ് ബ്ലോക്കർ ഡ്രഗ്സ് ആയിട്ട് ഗലാമിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് അറ്റ് മോട്ടോർ എൻഡ് പ്ലേറ്റ് ഓഫ് ദ ന്യൂറോണിൽ അല്ല ആക്ഷൻ പ്ലേറ്റ്. ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ സെൽ വോൾ ആർ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ സോഡിയം പൊട്ടാസ്യത്തിന്റെ ഒക്കെ എഫക്റ്റോട് കൂടിയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യും. അല്ല, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ഫ്രം മോട്ടോർ എൻഡ് പ്ലേറ്റ് ഓഫ് ദ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, അപ്പം ചൂസ് ദ ഫോൾ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് അറ്റ് മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നാളെ അടുത്ത 5 ക്വസ്റ്റ്യൻ